നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഫാക്റ്റുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീർ രൂപീകൃതമായത് 1956 നവംബർ 1-നാണ്. അപ്പോൾ ജമ്മു കാശ്മീർ രൂപീകൃതമായത് 1956 നവംബർ 1-നാണ്. ജമ്മു കാശ്മീരിലെ പ്രധാന ഭാഷകൾ വരുന്നത് ഉറുദു, കാശ്മീരി, ഡോഗ്രിയാണ്. ജമ്മു കാശ്മീരിലെ പ്രധാന ആഘോഷം വസന്തോത്സവമാണ്. പ്രധാന നൃത്തരൂപങ്ങൾ വരുന്നത് ഹിക്കാത്ത്, റൌഫ്, ചാക്രിയാണ്. പ്രധാന നദികൾ ചലം, രവി, ചിനാബ്, സിന്ധുവാണ്. 2019 ഓഗസ്റ്റ് 5 വിജ്ഞാപന പ്രകാരം കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. അപ്പോൾ 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ സർക്കാർ മാറ്റുന്നത്. ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന വർഷം 1947 ഒക്ടോബർ 26-ആണ്. ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജാ ഹരി സിംഗ് ആണ്. 1947 പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ കാശ്മീരിലെ ഭാഗം അറിയപ്പെടുന്നത് പാക് അധിനിവേശ കാൾമ എന്നാണ്. കാശ്മീരിൽ നിന്നും പാക് അധിനിവേശ കാശ്മീരിലേക്കുള്ള ബസ് സർവീസ് കാരവാൻ-ഇ-അമാൻ ആണ്. ജമ്മു കാശ്മീരിൻ്റെ ഭരണഘടന അംഗീകരിച്ചത് 1956 നവംബർ 17-നാണ്. ജമ്മു കാശ്മീരിൻ്റെ ഭരണഘടന നിലവിൽ വന്നത് 1957 ജനുവരി 26-നാണ്. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഭരണഘടന അംഗീകരിച്ചത് 1956 നവംബർ 17-നും ജമ്മു കാശ്മീരിൻ്റെ ഭരണഘടന നിലവിൽ വന്നത് 1957 ജനുവരി 26-നുമാണ്. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്നത് ജമ്മു കാശ്മീരാണ്. അപ്പോൾ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്നത് ജമ്മു കാശ്മീരാണ്. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ്. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് ജമ്മു കാശ്മീരാണ്. അപ്പോൾ ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് ജമ്മു കാശ്മീരാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധമേഖല സിയാച്ചിൻ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധമേഖല സിയാച്ചിൻ ആണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ആണ്. സിയാച്ചിൻ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? നൂബ്ര നദിയുടെ തീരത്താണ് സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. 1984 ഓപ്പറേഷൻ മേഘദൂതാണ് സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കം. കാർഗിൽ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് 1999. കാർഗിൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സുരു നദിയുടെ തീരത്താണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. ജമ്മുവിനെയും കാശ്മീരിനെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് പീർ പാഞ്ചൽ. അപ്പോൾ ജമ്മുവിനെയും കാശ്മീരിനെയും വേർതിരിക്കുന്ന പർവ്വതനിര പീർ പാഞ്ചൽ. ജമ്മുവിനെയും കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന ഇടനാഴി ജവഹർ ടണലാണ്. അപ്പോൾ ജമ്മുവിനെയും കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന ഇടനാഴി ജവഹർ ടണലാണ്. കൽഹനന്റെ രാജതരംഗിണിയിൽ പ്രതിപാദിക്കുന്ന രാജവംശമാണ് കാശ്മീർ രാജവംശം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. ബുദ്ധമതം 2ആയി പിരിഞ്ഞ സമ്മേളനം നടന്ന സ്ഥലം കാശ്മീരാണ്, കുണല ഗ്രാമം. ചാരാരെ ഷെരീഫ് മോസ്ക്, വൈഷ്ണവോ ദേവി ക്ഷേത്രം, അസ്രത്ബാൽ പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലാണ്. മുഹമ്മദ് നബിയുടെ മുടി സൂക്ഷിക്കുന്ന ദേവാലയം അസ്രത്ബാൽ പള്ളിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ദുൽഹസ്തി പ്രോജക്റ്റ്, ഉറി പവർ പ്രോജക്റ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ദുൽഹസ്തി പ്രോജക്റ്റ് വരുന്നത് ചിനാബ് നദിയിലാണ്.
അതിനുശേഷം വരുന്നത് ഉറി പവർ പ്രോജക്റ്റ്, അത് ചെലം നദിയിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ബഗ്ലിഹർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ചിനാബ് നദിയിലാണ് ബഗ്ലിഹർ അണക്കെട്ട്. കിഷൻ ഗംഗ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്, ചലം നദിയിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നിലനിന്നിരുന്ന അണക്കെട്ട് കിഷൻ ഗംഗ അണക്കെട്ടാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നിലനിന്നിരുന്ന അണക്കെട്ട് കിഷൻ ഗംഗ അണക്കെട്ടാണ്. കാശ്മീരിലെ പ്രധാന തടാകങ്ങൾ വരുന്നത് ദാൽ, വുളാർ, നാഗിനാണ്. ചലം നദി പതിക്കുന്ന തടാകമാണ് വൂളാർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നിലനിന്നിരുന്ന അണക്കെട്ട് ബഗ്ലിഹർ ആണ്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം പർവേസ് റസൂലാണ്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. പ്രണയിക്കുന്നവരുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ശ്രീനഗറാണ്. പ്രണയിക്കുന്നവരുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ശ്രീനഗറാണ്. കാശ്മീരിലെ ഷാലിമാർ, നിശാന്ത് പൂന്തോട്ടങ്ങൾ നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ്. ഉത്പല രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നത് കാശ്മീരാണ്. ബാഹ്മിനി രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നത് ഗുൽബർഗ് ആണ്. കുഷാക് ബാക്കുള റിംപോച്ചെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലേയിലാണ്. കുഷാക് ബാക്കുള റിംപോച്ചെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലേയിലാണ്. നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലം ലഡാക്കാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് പൂന്തോട്ടം ഇന്ദിരാഗാന്ധി പൂന്തോട്ടം. കാശ്മീരിലെ സിംഹം ഷെയ്ഖ് അബ്ദുള്ളയാണ്. കാശ്മീരിലെ അക്ബർ സൈനുൽ അബ്ദീനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്കീയിങ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് ഗുൽമാർഗ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്കീയിങ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് ഗുൽമാർഗ് ആണ്. അപ്പോൾ അടുത്തത് വരുന്നത് ലഡാക്ക് ആണ്. ലഡാക്ക് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 31-നാണ്. തലസ്ഥാനം വരുന്നത് ലേ കാർഗിലാണ്. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യ വരുന്നത് 2,492,000 ആണ്. വിസ്തീർണം 59,146 ചതുരശ്ര കിലോമീറ്റർ ആണ്. പ്രദേശങ്ങൾ വരുന്നത് ലേ, കാർഗിൽ, അക്സായി ചിൻ. അപ്പോൾ ചൈനയുടെ അധീനതയിലാണ് അക്സായി ചിൻ വരുന്നത്. മതവിഭാഗങ്ങൾ വരുന്നത് മുസ്ലിം, ബുദ്ധമതക്കാര്, ഹിന്ദു മതക്കാരാണ്. ലഡാക്കിന്റെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണർ RK മാഥൂർ ആണ്. ഇന്ത്യയിൽ പുതിയതായി രൂപീകരിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേ അതിർത്തിയുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ലേ, കാർഗിൽ എന്നീ 2 ജില്ലകൾ ഉൾക്കൊള്ളുന്ന പ്രദേശം ലഡാക്കാണ്. ലഡാക്കിലെ ഔദ്യോഗിക ഭാഷകൾ ലഡാക്കി, പൂർക്കി, സിൻഹ, ടിബറ്റൻ, ഹിന്ദി, ബാൾട്ടി, ഉറുദു ആണ്. ലഡാക്ക് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? അപ്പോൾ ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെ പരിധിയിലാണ് ലഡാക്ക് വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ലഡാക്കാണ്. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് കുഷോക് ബാക്കുള റിംപോച്ചെ എയർപോർട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. അത് ലഡാക്കിലാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്കാണ്. അപ്പോൾ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം, ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം വരുന്നതും ലഡാക്കാണ്. ഇൻഡോ ആര്യൻ ടിബറ്റൻ വംശജരാണ് ഇവിടുത്തെ നിവാസികൾ. സിന്ധു നദി ഒഴുകുന്ന ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. അപ്പോൾ സിന്ധു നദി ഒഴുകുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ലിറ്റിൽ ടിബറ്റ്, ലാമയുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1999 നടന്ന സൈനിക സംഘടനമാണ് കാർഗിൽ യുദ്ധം. ലഡാക്കിലെ 8 ക്ഷേത്രങ്ങൾ അൽച്ചി ചോസ് ഗോർ ടെമ്പിൾ,
റെഡ് മൈത്രേയ ടെമ്പിൾ, വജ്രഭൈരവ ക്ഷേത്രം, സൂര്യക്ഷേത്രം, സോർസാങ് ടെമ്പിൾ, ലേ മൊക്ചൻ ടെമ്പിൾ, താര ക്ഷേത്രം, മാത്തോ ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അപ്പോൾ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ്. ഹെമിസ് നാഷണൽ പാർക്കിൽ ഹെമിസ് നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഹിമപ്പുലികളാണ്. ലഡാക്കിലെ ലോക്സഭാ മണ്ഡലത്തിന്റെ എണ്ണം 1 ചാങ്ല ചുരം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ലേ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ലേ ആണ്. ലഡാക്കുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ അധീനതയിലുള്ള പ്രദേശം അക്സായ് ചിന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പേറിയ പ്രദേശം ഡ്രാസ് താഴ്വരയാണ്. സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിലാണ്. അപ്പോൾ സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിലാണ്. ലേ ഏത് നദീ തീരത്താണ്? സിന്ധു നദീ തീരത്താണ് ലേ വരുന്നത്. കാർഗിൽ ഏത് നദീ തീരത്താണ്? സുരു നദിയുടെ തീരത്താണ് കാർഗിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നാണ്. സിയാച്ചിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നൂബ്രയാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ്. പാൻഗോങ് തടാകം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. പാൻഗോങ് തടാകം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. സിന്ധു നദിയിൽ സ്ഥിതി ചെയ്യുന്ന ലഡാക്കിലെ ഡാം നിമ്മു ബാസ്ഗോയാണ്. ലഡാക്കിലെ വന്യജീവി സങ്കേതങ്ങൾ കാരക്കോറം വന്യജീവി സങ്കേതവും ചാങ്തങ് വന്യജീവി സങ്കേതവുമാണ്. ലഡാക്കിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ലഡാക്കിൽ കണ്ടുവരുന്ന പ്രധാന ധാതുക്കൾ ലൈംസ്റ്റോൺ, ഗ്രാനൈറ്റ്, മാർബിൾ, ബൊറാക്സ്. അടുത്തത് വരുന്നത് ഡൽഹിയാണ്. അപ്പോൾ കൊൽക്കത്തയിൽ നിന്നും ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം 1911. ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായ വർഷം 1956. ന്യൂഡൽഹിയെ ദേശീയ തലസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 1992. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ലഭിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? അപ്പോൾ 69-ാം ഭേദഗതി പ്രകാരമാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ലഭിച്ചത്. ഡൽഹി നിയമസഭയിലേക്ക് ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1993. ഡൽഹി അറിയപ്പെടുന്ന പഴയ പേര് ഇന്ദ്രപ്രസ്ഥം. ഡൽഹി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ല മെട്രോ ട്രെയിൻ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് ഡൽഹി മെട്രോയാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് മൊബൈൽ ആപ്ലിക്കേഷൻ രൂപപ്പെടുത്തിയ സംസ്ഥാനമാണ് ഡൽഹി. 4ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ വേദി ന്യൂഡൽഹിയാണ്. 2016 ഇന്ത്യ US സാമ്പത്തിക ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ്. ഡോക്ടർമാരുടെ വിരമിക്കൽ പ്രായം 62-ൽ നിന്നും 65 ആക്കിയ സംസ്ഥാനം ന്യൂഡൽഹിയാണ്. ലെ വുമൺ ഓഫ് ഇന്ത്യ ഫെസ്റ്റിവലിന് വേദിയായത് ന്യൂഡൽഹിയാണ്. വുമൺ ഓഫ് ഇന്ത്യ ഫെസ്റ്റിവൽ. ഡൽഹി സിംഹാസനത്തിലേറിയ ആദ്യ സുൽത്താൻ ഭരണാധികാരി കുത്തബ്ദീൻ ഐബക്കാണ്. അടിമവംശം. കുത്തബ് മീനാറിന്റെ പണി പൂർത്തീകരിച്ചത് ഇൽത്തുമിഷാണ്. ഡൽഹി സിംഹാസനത്തിലേറിയ ആദ്യ വനിതാ ഭരണാധികാരി സുൽത്താന റസിയാണ്. 1236 to 1240. ഡൽഹി ഭരിച്ച അവസാനത്തെ രാജാവ് ബഹദൂർ ഷാ രണ്ടാമനാണ്. മുഗൾ രാജവംശമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയും സാന്ദ്രതയും ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്കാണ്. ഗാന്ധി സ്മൃതി
തീൻമൂർത്തി ഭവൻ എന്നിവ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഡൽഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലായ തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. പ്രഗതി മൈതാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. പ്രഗതി മൈതാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സ്മാരകം ഇന്ത്യ ഗേറ്റ് ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച യുദ്ധസ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. ഇന്ത്യ ഗേറ്റിനും രാഷ്ട്രപതി ഭവനും ഇടയ്ക്കുള്ള നേർരേഖാപാത രജ്പഥ് ആണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന സ്ഥലം രാജ്പഥ് ആണ്. ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസ് ആണ്. പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പികൾ ഹെർബർട്ട് ബേക്കണും എഡ്വിൻ ലൂട്ടിൻസും ആണ്. ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വൈസ്രോയി ഇർവിൻ പ്രഭു ആണ്. 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയത് ഡൽഹിയാണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഒന്നിടവിട്ട ദിനങ്ങളിൽ ഒറ്റ ഇരട്ട നമ്പർ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ന്യൂഡൽഹിയാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ബോർലോഗിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ബോർലോഗിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇ റേഷൻ കാർഡ് നിലവിൽ വന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇ റേഷൻ കാർഡ് ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയുടെ ആദ്യ മെട്രിനോ പ്രോജക്റ്റ് നിലവിൽ വന്ന സംസ്ഥാനം ഡൽഹിയാണ്. ലോക ആയുർവേദ കോൺഗ്രസ് 2014 നടന്ന സ്ഥലം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നു ആണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളമായ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഗാന്ധിജി, നെഹ്റു, ഇന്ദിരാഗാന്ധി എന്നിവരുടെ സമാധി സ്ഥലങ്ങളായ രാജ്ഘട്ട്, ശാന്തിവനം, ശക്തി സ്ഥൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡൽഹിയിലാണ്. ഹൈദരാബാദ് ഹൗസ്, കേരള ഹൗസ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ ജന്തർ മന്ദിർ എന്ന വാന നിരീക്ഷണശാല സ്ഥാപിച്ചത് മഹാരാജ ജയ്സിംഗ് ആണ്. ഡൽഹിയിലുള്ള ചെങ്കോട്ട, ജുമാ മസ്ജിദ് എന്നിവ സ്ഥാപിച്ച മുഗൾ ഭരണാധികാരി ഷാജഹാനാണ്. ഇന്ത്യയിൽ പക്ഷികളുടെ പരിചരണത്തിനായി ആരംഭിച്ച ആദ്യ ആശുപത്രി ഡൽഹിയിലെ ദി ചാരിറ്റി ബേസ്ഡ് ഹോസ്പിറ്റലാണ്. 1985 പ്രഥമ ദേശീയ ഗെയിംസ് നടന്ന സ്ഥലം ഡൽഹിയാണ്. അപ്പം പ്രഥമ ദേശീയ ഗെയിംസ് നടന്ന സ്ഥലം 1985 ഡൽഹിയിലാണ്. ആദ്യമായി ഏഷ്യൻ ഗെയിംസ് നടന്ന സ്ഥലം ഡൽഹിയാണ്. 1951. ഡൽഹിയിൽ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണ്. അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ പാർട്ടി ആം ആദ്മിയാണ്. ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം ചൂലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സുഗന്ധവ്യഞ്ജന വിപണനശാല ഗാരിബൗളി ഡൽഹിയാണ്. സുലഭ് അന്താരാഷ്ട്ര ടോയ്ലറ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്.